കിട്ടിയോ? തോന്നി. എങ്ങനെ ഞെട്ടായിരിക്കും? ഐ സ്റ്റാർട്ടഡ് വ്ളോഗിങ്. ഈ ഇൻസ്റ്റയിൽ ഇപ്പം ഈ ഇടയ്ക്ക് കുറച്ച് ചുമ്മാ കണ്ണി കണ്ടതെല്ലാം എടുത്തിടുന്നുമുണ്ട്. എന്നോട് എല്ലാവരും പറഞ്ഞു വ്ളോഗിങ്. എല്ലാവരും ഒന്നുമില്ല, കുറച്ച് പേര് എന്ന് പറയുമ്പോൾ 1-2 പേര്. അവർ പറഞ്ഞു വ്ളോഗിങ് കൂടെ തുടങ്ങാൻ. എന്തിനാ വെറുതെ അതായിട്ട് മാറ്റിയെടുക്കുന്നത്? സോ ഐ സ്റ്റാർട്ടഡ് വ്ളോഗിങ് ആൻഡ് ദിസ് ഇസ് ഒഫീഷ്യലി മൈ ഫസ്റ്റ് വീഡിയോ. ആൻഡ് ഒരു ഇൻട്രോ വേണ്ടേ? കണ്ടാലോ? ഉണ്ടാക്കിയില്ല, മറന്നുപോയി. Okay, so hey everyone, this is Krista and I'm a first year BTech student at St. Gates College of Engineering, പാത്താമുട്ടം. CS ആട്ടോ, ഒരു കമ്പ്യൂട്ടർ സയൻസ് ഭാവി എഞ്ചിനീയറാണ് ഇവിടെ നിൽക്കുന്നത് നിങ്ങളുടെ മുന്നിൽ. ഓക്കെ, എന്നോട് ഞാൻ പറഞ്ഞില്ലേ 1-2 പേരോട് വ്ളോഗിങ് ചെയ്യാൻ പറഞ്ഞു. അത് ചുമ്മാ കളിയാക്കി പറഞ്ഞതാണേലും ഞാൻ അത് സീരിയസ് ആയിട്ട് എടുത്തു. ഇന്ന് 31st Jan സാറ്റർഡേ ആണ്. പ്രോബബ്ലി ഐ വിൽ പോസ്റ്റ് ദിസ് വ്ളോഗ് ടുമോറോ ഓർ ഡേ ആഫ്റ്റർ ടുമോറോ. 1-2 3 ഏതൊരു ദിവസം ചാറ്റ് ജിപിടി ചോദിച്ചിട്ട് ഏതാ നല്ലതെന്ന് അവർ പറഞ്ഞതനുസരിച്ച് ഞാൻ ചെയ്യാറുള്ളൂ. എൻ്റെ ഇൻസ്റ്റയിൽ ഞാൻ അങ്ങനെയാണ്. ഞാൻ എപ്പോഴും വിചാരിക്കും വ്ളോഗ് ചെയ്യണമെന്ന്. പക്ഷേ 1 ധൈര്യമില്ല, 2 എന്തോ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, 3 നല്ലൊരു ദിവസം കിട്ടത്തുമില്ല. പക്ഷേ ഇന്ന് ആരുമില്ല വീട്ടിൽ, 2 എനിക്കൊരു പരിപാടിയുണ്ട്, 3 ഇന്ന് എവിടെ നിന്നൊക്കെയോ കോൺഫിഡൻസ് കയറി വന്നു. അതുകൊണ്ട് I have decided to vlog today and you'll be coming with me to my day. ഇന്ന് ഡേ എന്നൊക്കെ പറയുമ്പോൾ രാവിലെ തുടങ്ങിയെന്ന് വിചാരിക്കൊന്നും വേണ്ട. ഇപ്പം സമയം 3:40, അതായത് വൈകുന്നേരം. ഇപ്പോൾ ഒരു കോൺഫിഡൻസ് ഇവിടെ കോൺഫിഡൻസ് ഒന്നും അല്ല, എന്നാലും എന്തോ വാക്ക് മറന്നുപോയി. ആ സാധനം ഉള്ളതുകൊണ്ട് ഇനി മുന്നോട്ടും വ്ളോഗ് ചെയ്യും. അപ്പോൾ യു വിൽ പ്രോബബ്ലി സീ മീ ഇൻ മൈ കോളേജ് ആൻഡ് എവറിത്തിങ് ബ്ലാ ബ്ലാ സ്റ്റഫ്. ഇന്ന് തലപ്പാടിപ്പള്ളി, അതായത് കോട്ടയത്തെ നസ്രത്ത് മാർത്തോമ ചർച്ച് എന്ന് പറയുന്ന തലപ്പാടിപ്പള്ളിക്കാർ നടത്തുന്ന ഒരു ഇമ്മാനുവൽ ഹെൻറിയുടെ കോൺസേർട്ട് ഇന്ന് വൈകുന്നേരം 6 മണിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി ഇന്ന് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം കണ്ടന്റ് ഉണ്ടല്ലോ, എവിടെ കണ്ടന്റ് ഉണ്ടോ അവിടെ ഞാൻ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പം ഞാൻ ഈ കുറേ നാളായിട്ട് ഒരു ക്രിസ്ത്യൻ കോൺസേർട്ട് കൂടണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. ഞങ്ങളുടെ പള്ളി വെച്ച് ഉണർവുകാരുടെ പരിപാടി ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ജസ്റ്റ് സോ ഗുഡ്. അപ്പം ചെറിയ ചേച്ചൻ്റെ കഴിഞ്ഞു, ഇനി അടുത്ത ഒരാളുടെ കൂടെ കാണണം എന്നുള്ള ഒരു ഇതുണ്ടല്ലോ, ഒരു ക്രിസ്ത്യൻ കോൺസെർട്ട് കൂടി കഴിയുമ്പം ഉള്ള എന്തുവായിരുന്നു, വാക്കുകളും കിട്ടുന്നില്ല. വോട്ടെവർ. അപ്പം ഇമ്മാനുവൽ ഹെൻറിയുടെ പാട്ടുകൾ മെജോറിറ്റി സമയത്തും കേൾക്കുന്നത്. എൻ്റെ സ്പോട്ടിഫൈയുടെ 25 റാപ്ഡ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് നോട്ട് ടൈലർ സ്വിഫ്റ്റ്, നോട്ട് എഡ് ഷീരൻ, നോട്ട് കാന്യ വെസ്റ്റ് ഓർ എനിവൺ. ഇറ്റ് വാസ് ആരായിരുന്നു? റെക്സ് മീഡിയ ആയിരുന്നു എൻ്റെ ടോപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അത് എനിക്കറിയത്തില്ല, എൻ്റെ ജോണർ ഓഫ് മ്യൂസിക് എന്ന് പറയുന്നത് പോലും അവർ കാണിച്ചത് വേർഷിപ്പായിരുന്നു. ആൻഡ് ദാറ്റ്സ് സംതിങ് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു സംഭവം. കാരണം എൻ്റെ ഇത്ര നാളത്തെ എൻ്റെ സ്പോട്ടിഫൈ എന്ന് പറയുന്നത് മൊത്തം പോപ്പ് സോങ്സ് ആയിരുന്നു, അല്ലെങ്കിൽ ബോളിവുഡ് എന്തെങ്കിലും ആയിരിക്കും. പക്ഷേ ദിസ് ഇയർ റിയലി ഷോക്ക് മീ, ബിക്കോസ് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എൻ്റെ ജോണർ ഓഫ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ അവർ കാണിക്കാൻ പോകുന്നത് വേർഷിപ്പ് ആയിരിക്കുമെന്ന്. അത് എന്തോ ഭയങ്കര സന്തോഷം തോന്നിയൊരു സാധനമാണ്. കാരണം I've realized I am getting more closer to God, getting to know him more, and that's something I wanted and that's what I am trying to do. അപ്പം ഈ റെക്സ് മീഡിയയിലെ ഈ പാട്ടുകളുടെ പേര് മറന്നുപോയല്ലോ, കുറേ പാട്ടുണ്ട് അതിനകത്ത്. ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. എനിക്ക് ഒന്നും വ്ളോഗ് ചെയ്യാൻ അറിയത്തില്ല, 2 വാക്കുകൾ വരുന്നില്ല, 3 കോൺഫിഡൻസ് ഇങ്ങനെ വന്നത് ഇങ്ങനെ പോകുന്നു. അതുകൊണ്ട് ഡിസംബറിൽ ഒരാളുടെ സ്റ്റോറി കണ്ടു, തലപ്പാടിപ്പള്ളിയിലെ ഒരാളുടെ സ്റ്റോറി കണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇമ്മാനുവൽ ഹെൻറിയുടെ കോൺസേർട്ട് ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അപ്പോഴേ ഞാൻ എല്ലാവരും പറഞ്ഞു കോൺസേർട്ട് വരുന്നുണ്ട്, നമുക്ക് പോകണം, അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരുന്നതാണ്. കാരണം ഇമ്മാനുവൽ ഹെൻറിയുടെ പാട്ടുകൾ എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് സംതിങ് I've listened so many times. എൻ്റെ സ്പോട്ടിഫൈയുടെ ഞാൻ പറഞ്ഞില്ലേ ടോപ്പ് സോങ്സിനകത്ത് വരുന്ന ടോപ്പ് സോങ്സിലെ വൺ ഓഫ് ദ സിംഗേഴ്സാണ് ഇമ്മാനുവൽ ഹെൻറി. ആൻഡ് ആളുടെ സോങ് ലൈവായിട്ട് കേൾക്കാന്ന് പറഞ്ഞൊരു ഇറ്റ്സ് സംതിങ് എന്താ പറയുന്നത്, വാക്കും മറന്നു പോകുന്നു. എന്തെങ്കിലും ആട്ടെ, ഫോർ എക്സാമ്പിൾ പറയാം, നിങ്ങൾ ഇപ്പം ആരുടെ എക്സാമ്പിൾ എടുക്കും, കോൾപ്ലേയുടെ പാട്ടുകൾ ഫുൾ കേട്ട് അവസാനം നിങ്ങൾക്ക് അവരുടെ കോൺസേർട്ടിൽ പോയി കേൾക്കുമ്പോൾ ആ ഒരു ഫീൽ ഉണ്ടല്ലോ,
ദാറ്റ്സ് വാട്ട് ഐ വാണ്ട്. ഞാൻ എന്തൊക്കെ ഈ പറയുന്നേ? എങ്ങനെ ആൾക്കാർ ശരിക്കും വ്ളോഗ് ചെയ്യുന്നത്? ചെറുപറാന്ന് സംസാരിക്കാൻ. അതും ഒരു ടോപ്പിക്. ഞാൻ ചെറുപറ സംസാരിക്കും, പക്ഷേ ഒരു ടോപ്പിക് നിൽക്കത്തില്ല. ഞാൻ ഇങ്ങനെ അങ്ങ് പോകും. ഞാൻ ഇങ്ങനെ വ്ളോഗ് ചെയ്യും. എന്ത് പറയണമെന്ന് അറിയത്തില്ല. ഓക്കെ, വട്ടെവർ. അപ്പം എന്തുകൊണ്ടും ഇന്ന് ഒരു നല്ല ദിവസമാണെന്ന് തോന്നി വ്ളോഗ് എടുക്കാൻ. അപ്പം ഇതൊരു തുടക്കമാവട്ടെ. ഇന്ന് പള്ളി ചെന്ന് കഴിയുമ്പം ഐ വിൽ ഷോ യു മൈ ഫ്രണ്ട്സ്. മിക്കവാറും ഞാൻ ക്യാമറ കൊണ്ട് വരുമ്പോൾ അവർ ഓടും. ഈ വ്ളോഗിൻ്റെ അയൽവക്കത്തോട്ട് പോലും അവർ വരത്തില്ലെന്ന് ഉറപ്പാണ്. ബട്ട് ഞാൻ അവരെ കാണിക്കാം, ഞാൻ കൊണ്ടുവരും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ക്യാമറ ഓണാക്കുകയും ഇവരെല്ലാം മൈൻഡ് പോലും ചെയ്തില്ല. എന്തായാലും ഇവരെൻ്റെ കയ്യിൽ കിട്ടും. അപ്പോൾ എന്തായാലും വ്ളോഗ് എടുക്കുന്നതായിരിക്കും. ബാക്കി ആ ഹോളിഡേയുടെ വ്ളോഗ് എടുക്കാനുണ്ട്. ഐ ജസ്റ്റ് ഷോ യു ദ ക്ലിപ്സ്. ഇവർ 4 പേരാണ് ദ മെയിൻ സിംഗേഴ്സ്. ആൻഡ് ബാക്കി ഞാൻ അവരുടെ സിംഗിങ് വീഡിയോസ് എല്ലാം കാണിക്കാം. ഞങ്ങളുടെ പള്ളി വെച്ച് നടന്ന ഉണർവിൻ്റെ പ്രോഗ്രാമിനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പം ചെറിയ അച്ഛൻ എഴുതിയ പാട്ടായിരുന്നു നീ എന്നും പരിശുദ്ധൻ. ആൻഡ് ആ പാട്ടിൻ്റെ ഫാൻസ് എന്ന് വേണേൽ പറയാം. ഞങ്ങൾ ആ കോൺസേർട്ട് നടക്കുമ്പോൾ ഞങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്ന വീഡിയോ നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ ഞാൻ വിചാരിച്ചു. അവിടെ ജസ്റ്റ് ഇട്ടുന്നേ ഉള്ളൂ. പരിശുദ്ധൻ പോലെ തന്നെ ഞങ്ങളുടെ ഒരു നെക്സ്റ്റ് പേഴ്സണൽ ഫേവറേറ്റ് സോങ്ങാണ് യാഹേ. അത് ഇപ്പം ക്യാമ്പിന് പോകുമ്പോഴായാലും കോമ്പറ്റീഷൻസിന് പോയിട്ട് വരുമ്പോഴാണേലും ഞങ്ങൾ തുറന്ന് അലച്ച് പാടുന്നൊരു പാട്ടാണ് യാഹേ. ആൻഡ് അതും ഈ പാടിയ ആൾക്കാരിൽ നിന്ന് തന്നെ ലൈവായിട്ട് കേൾക്കുക എന്ന് പറയുന്നത് ഇറ്റ് വാസ് സോ ഗുഡ്. ഞാൻ സത്യം പറഞ്ഞാൽ ബാക്കി വ്ളോഗ് ചെയ്യാൻ മറന്നുപോയി. ഇപ്പം ഞാൻ കോളേജ് കഴിഞ്ഞ് വന്ന വഴിയാണ്. വീട്ടിലേക്കുള്ള കീ എടുക്കാൻ മറന്നുപോയതുകൊണ്ട് അനാഥയായിട്ട് ഇങ്ങനെ പുറത്ത് നടക്കുക. സോ ഐ തോട്ട് ഐ ജസ്റ്റ് മേക്ക് ദി ഔട്ട് റോ. അപ്പം പരിപാടി എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ലതായിരുന്നു. ഒരു വാക്കുകളൊന്നുമില്ല, അതുപോലെ നല്ലതായിരുന്നു. അവരുടെ പാടുന്നത് ആ രീതി ആയാലും ദ ടെസ്റ്റിമണീസ് ആൻഡ് എവറിത്തിങ് എല്ലാം പക്ക സാധനമായിരുന്നു. അപ്പം ഇനിയും ഇങ്ങനത്തെ കോൺസേർട്ട്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആൻഡ് ഈ വീഡിയോ ഹൈലൈറ്റിനൊന്നുമില്ല. ഓക്കെ, അതെ, അമ്മയുടെ ചെടികളാണ് ഇതെല്ലാം. ഷൗട്ട് ഔട്ട്. ഞാൻ നോക്കാറൊന്നുമില്ല, എല്ലാം അമ്മ ചെയ്യും. ഞാൻ ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കും. അപ്പം കാണിക്കണം ഇനി വേണ്ട അതിനിയും അമ്മയുടെ ചെടികളെല്ലാം ഞാൻ പിന്നീട് വേറൊരു വീഡിയോയ്ക്കകത്ത് കാണിക്കാം. സോ ദാറ്റ്സ് ഇറ്റ്. ഈ വ്ളോഗിങ്ങിലൂടെ ഒരു കാര്യം മനസ്സിലായി, അത് ഒരു എളുപ്പപ്പണിയല്ലെന്ന്. ഭയങ്കര പാടാണ്. ഇപ്പോൾ ഒരു കാര്യത്തിൽ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അതും ഞാൻ തന്നെ സംസാരിക്കുമ്പം പല ടോപ്പിക്കുള്ള ഒരു കോൺവെർസേഷനകത്ത് വരുന്നത്. അപ്പം അങ്ങനെയുള്ള ഞാൻ എങ്ങനെ വ്ളോഗ് എടുക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്ക്. ഓക്കെ, അപ്പം പ്രോഗ്രാം ഭയങ്കര നല്ലതായിരുന്നു. പുള്ളിയായിട്ട് പോയി ഫോട്ടോ എടുക്കാൻ പറ്റി, മാനുവൽ ഹെൻറിയായിട്ട്. പിന്നെ കാക്ക ഓക്കെ ഫോട്ടോ എടുത്തു. പിന്നെ ഉണ്ണാവിലുണ്ടായിരുന്ന ബാക്കി കുറച്ച് പേരെ വീണ്ടും റീയൂണൈറ്റ് ചെയ്യാൻ പറ്റി. ആൻഡ് ഇറ്റ് വാസ് ഗുഡ്. ഭയങ്കര നല്ലതാണ്. പിന്നെന്തുവാ, എത്ര കൊള്ളും. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ വരുന്നതായിരിക്കും. പക്ഷേ നെക്സ്റ്റ് ടൈം ഞാൻ കുറച്ചും കൂടെ പവർഫുള്ളായിട്ടായിരിക്കും വരുന്നത് കേട്ടോ. ഇത് വെറും ട്രെയിലർ മാത്രം. ഇനിയും അങ്ങോട്ട് അടിപൊളി വീഡിയോസ് ഇടുന്നതായിരിക്കും എന്ന് വിശ്വസിക്കാം. ഞാൻ പറഞ്ഞില്ലേ,
വീട്ടിൽ കയറാനുള്ള കീ ഞാൻ വീടിനകത്ത് വെച്ചിട്ടാണ് കോളേജിൽ പോയത്. അതുകൊണ്ട് വീട്ടിലാരുമില്ല, വീട്ടിൽ കയറാനും പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വ്ളോഗിങ് ബാക്കി ചെയ്യാൻ വിചാരിച്ചത്. ഇത് കോളേജിൽ വരുന്നതായതുകൊണ്ട് ഇനി ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണമെങ്കിൽ ഇനി എന്ന് പോസ്റ്റ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല, നോക്കാം. ആൻഡ് ഒരു പ്രോപ്പർ ഔട്ട്രോ ഒന്നുമില്ല. ഈ വ്ളോഗ് ഇപ്പോൾ ഞാൻ ഇവിടെ വെച്ച് നിർത്തുക. ആൻഡ് നെക്സ്റ്റ് വ്ളോഗ് കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ വരും എന്ന് വിശ്വസിക്കാം. ഇതോടെ നിർത്തത്തില്ല. 2026 എന്ന് പറയുന്നത് എൻ്റെ വർഷം. അതുകൊണ്ട് ഞാൻ പോസ്റ്റ് ചെയ്യും. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് പിന്നെന്താ പറയാനുള്ളത്, ഡോണ്ട് ഫർഗെറ്റ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് ബെല്ലൈക്കണം അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ലൈക്ക് ചെയ്യുക, ഷെയർ വേണ്ട, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. ബൈ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.